നമുക്ക് മലയാള സിനിമയുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് കവിയൂർ പൊന്നമ്മേനായിരുന്നു നമ്മൾ ആ ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തിരുന്നത്. ജയാകുറിപ്പാണ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ അമ്മ എന്നാണ് മലയാളികൾ പറയുന്നത്. ചേച്ചി അതെങ്ങനെയാണ് കാണുന്നത്? ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോൾ. കാരണം എന്താ പൊന്നമ്മ ചേച്ചിയുടെ ഒക്കെ ഒരു അങ്ങനെ ഇപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. പലരും ഇങ്ങനെ പറയാറുണ്ട് നമ്മുടെ അടുത്തൊക്കെ, അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. പിന്നെ ന്യൂജൻ പിള്ളേരുടെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ആ അമ്മയ്ക്ക് വേറൊരു ലെവലാണല്ലോ, ന്യൂജൻ അമ്മയായിരിക്കണല്ലോ. അതെ അതെ അതെ. പക്ഷെ ഈ അമ്മ കുറച്ചും കൂടി സെറ്റിൽ ആയിട്ട് കുറച്ചും കൂടി മിഡിൽ ക്ലാസ് അമ്മയാണ്. ന്യൂജൻ ആണെങ്കിലും പക്ഷെ ചിന്തയും കാര്യങ്ങളൊക്കെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അതല്ലേ. ചേച്ചിയുടെ മക്കള് ആ ഒരു ജനറേഷനാണ്, അപ്പൊ കുറച്ചുകൂടി ഈസി ആയിരുന്നോ? അതെ, ഞാൻ അങ്ങനെ കണക്ട് ചെയ്യാറില്ല. ഇപ്പൊ ഡയറക്ടർക്ക് എന്താണോ വേണ്ടത്, കഥയിൽ നമ്മൾ എന്താണോ അവർ പറഞ്ഞ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ കൊടുക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ അഭിനയിക്കാൻ വിളിക്കുമ്പം അവർക്ക് വേണ്ടത്. അപ്പം അത് ആ രീതിയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ ചെയ്യാറ്. അപ്പം എന്താ ഇപ്പം നാടകത്തിലേക്ക് വരികയാണെങ്കിൽ 25 വയസ്സുള്ള ലേഡി എന്ന് പറയുമ്പോൾ നമ്മൾ 25 വയസ്സിലേക്ക് നമ്മൾ ഇറങ്ങണമല്ലോ. അതാണ് അവിടുത്തെ കഥയ്ക്ക് ആവശ്യം, അവിടുത്തെ ഡയറക്ടർക്ക് ആവശ്യം, കൂടുതൽ ടീമിന് ആവശ്യം. അപ്പം നമ്മളത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ സിനിമയിൽ വരുമ്പോൾ 60 വയസ്സുള്ള അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ 60 വയസ്സുള്ള അമ്മനെ തന്നെ കൊടുക്കണമല്ലോ. അപ്പോൾ ഡയറക്ടർക്ക് എന്താണ് ആവശ്യം ആ രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യും. നമ്മൾ അത് ഓക്കെ ആണെങ്കിൽ അദ്ദേഹം ഓക്കെ പറയും.